ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പം എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറേ പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആയിട്ട് കമൻറ്റ് വഴിയും അല്ലാതെ പേഴ്സണൽ മെസ്സേജ് വഴിയും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ എവിടെ അവസാനിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. കുറേ ഞാൻ ആലോചിച്ച് പറയണോ വേണ്ടേ എന്നുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഒരു മടി കയറി. ഈ ഒരു കാര്യം ഒരു 1 ഇയർ മുമ്പ് ഞങ്ങളൊരു Q&A ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഷിനാജും കൂടെ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞതാണ് ഈ കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാന്നുള്ളത്. പക്ഷെ ഇത്രയും നാളായിട്ടും എനിക്ക് ഈ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു മൂഡും ഇല്ലായിരുന്നു. അതെന്തിനാ പറഞ്ഞിട്ട്, അതിൻ്റെ ആവശ്യമില്ല, അത് വേണ്ട, അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാമെന്ന്. കാരണം അത്രയും ഞാൻ വിഷമിച്ചതും വേദനിച്ചതും അത്രയും ഞാൻ വെറുക്കപ്പെട്ട കുറച്ച് ദിവസങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. അപ്പോൾ നിങ്ങൾ ഓർക്കും എന്ത് ഇവിടെ ഇത്ര വലിച്ചു നീട്ടുന്നതെന്ന്. സംഭവം വേറൊന്നുമല്ല, എൻ്റെ വെഡ്ഡിങ് സ്റ്റോറിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. എല്ലാവരുടെയും പോലെ അല്ല, എൻ്റെ കുറച്ച് ഡിഫറൻ്റ് ആണ്. എല്ലാവരുടെതും പിന്നെ ഒരേപോലെ ആകണമെന്നില്ലല്ലോ, അത് വേറെ കാര്യം. എല്ലാവരുടെതും അതിൻ്റേതായ ഓരോ കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടാവും. എൻ്റേത് പക്ഷെ ടോട്ടലി ഡിഫറൻ്റ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഷെയർ ചെയ്യാനുള്ളൊരു ഇതുപോലും ഇപ്പം ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടമില്ലാത്ത സമയങ്ങളാണ് അതൊക്കെ. ഞാൻ എത്രത്തോളം അനുഭവിച്ചെന്നും എത്രത്തോളം ഞാൻ സങ്കടപ്പെട്ടെന്നും എനിക്കും എൻ്റെ ഉമ്മാക്കും ഷിനാജിനും മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളോട് ഞാൻ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ഏറെക്കുറെ സംഭവിച്ചതൊക്കെ ഞാൻ പറയും. കാരണം കുറേ പേഴ്സണലായിട്ട് നമുക്ക് തുറന്നു പറയാൻ പറ്റാത്ത കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എൻ്റെ വെഡ്ഡിങ് സ്റ്റോറിയാണ്. കുറേ നാൾ കൊണ്ട് ഞാനിങ്ങനെ നിങ്ങളോട് ഷെയർ ചെയ്യണം ചെറിയ ചുമയൊക്കെ ആയിട്ട് തൊണ്ട അടക്കം ഇടറുന്നുണ്ട്. അപ്പം കുറേ നാളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ എനിക്കത് ഇരുന്ന് സംസാരിക്കാനുള്ളൊരു മൂഡില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ അതെന്തിനാ വെറുതെ ഒരു കണ്ടന്റ് ആക്കുന്നതെന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ കുറേ മടിച്ച്. പിന്നെ വീഡിയോ എടുക്കാനുള്ള സാഹചര്യം സന്ദർഭം ഇതൊന്നും ഒത്തു വന്നില്ല. നമുക്ക് അവിടെ ആണെങ്കിലും അവിടെ വീട്ടിൽ ഷെഡിലിരുന്ന് നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ, എനിക്ക് വീഡിയോ എടുക്കണമെങ്കിൽ അവിടെ വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. കാരണം എനിക്കിങ്ങനെ യൂട്യൂബിലേക്ക് ഇരുന്ന് സംസാരിക്കുമ്പം ഒരാൾ അപ്പുറത്തിരുന്ന് കേൾക്കുക അല്ലെങ്കിൽ ഇപ്പുറത്തിരുന്ന് കേൾക്കുക എന്ന് പറയുമ്പം എനിക്കെന്തോ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കതിങ്ങനെ തുറന്ന് പറയാനുള്ള, അതായത് ഇങ്ങനെ നാച്ചുറലി സംസാരിക്കാനുള്ളൊരിത് കിട്ടത്തില്ല. അവർ കേൾക്കുന്നുണ്ടല്ലോ ഇവർ കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു മൈൻഡാണ്. അതിപ്പം വോയിസ് ഓവർ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അവിടെ ആരും ഇല്ലാത്ത സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് വീഡിയോ എടുക്കാനുള്ളൊരു മൂഡില്ലായിരുന്നു. ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ്, ഇവിടെ ആരും ഇല്ല. ഉമ്മ ഒരാവശ്യത്തിന് പുറത്തു പോയി. പിന്നെ എൻ്റെ അനിയനുണ്ടാവും, നല്ല ഉറക്കമാണ് അപ്പുറത്ത് കിടന്ന്. അപ്പം ഞാൻ വിചാരിച്ച എന്തായാലും ഈ ഒരു വീഡിയോ എടുക്കാമെന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ഞാൻ വളച്ച് നീട്ടി ഉരുട്ടി ഇതാക്കുന്നില്ല. പിന്നെ അത്യാവശ്യം ഈ വീഡിയോക്ക് കുറച്ച് ലെങ്ത് കാണും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡിലിട്ട് കാണണേ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ സ്റ്റാർട്ട്. നമ്മുടെ ലവ് സ്റ്റോറി കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം കുറേ കാര്യങ്ങൾ അതിലുണ്ട്, അതിൽ നിന്നറിയാം. പിന്നെ ഒരു 6 വർഷം സ്നേഹിച്ചിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്. പിന്നെ ഞങ്ങളെന്ന് പറയുമ്പം മിഡിൽ ക്ലാസ് ആണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊരു 6 വയസ്സുള്ളപ്പോഴാണ് നമ്മൾ വാപ്പിയുടെ വീട്ടിൽ നിന്ന് നമ്മൾ റെൻറ്റഡ് ഹൗസിലേക്ക് മാറിയത്. ഇപ്പോഴും നമ്മൾ റെൻറ്റഡ് ഹൗസിൽ തന്നെയാണ് താമസിക്കുന്നത്. ഇപ്പം എനിക്ക് 23 വയസ്സായി. ഇത്രയും കൊല്ലം നമ്മളിങ്ങനെ വാടക കൊടുത്ത് ഓരോ വീട് മാറിയാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത്രയും വർഷമായിട്ടും ഒരു വീട് വാങ്ങിയില്ല, ഒരു സ്ഥലം വാങ്ങിയില്ല, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇനി ഇതിങ്ങനെ വഴിയേ പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം. ഇതിൽ എൻ്റെ കുറച്ച് ലൈഫ് സ്റ്റോറിയും പിന്നെ എൻ്റെ കുറച്ച് വെഡ്ഡിങ് സ്റ്റോറി എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു കൂട്ടിക്കുഴച്ചൊരു പരിവായിരിക്കും. പിന്നെ എൻ്റെ വാപ്പി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 5-6 വർഷം പ്രവാസി ലൈഫായിരുന്നു പുള്ളിക്കാരൻ്റെത്. പിന്നെ നാട്ടിൽ വന്ന് അങ്ങനെ ബിസിനസ് തുടങ്ങി. വാപ്പി ഗൾഫിലായിരുന്നപ്പോഴൊന്നും നമുക്ക് കുഴപ്പമില്ലായിരുന്നു, നല്ല അടിച്ചുപൊളി ലൈഫായിരുന്നു. നാട്ടിൽ വന്നിട്ടും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ കുറച്ച് നാൾ. പിന്നെ ഗൾഫിലായിരുന്നെങ്കിലും തുച്ഛമായ ശമ്പളത്തിലാണ് അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നാട്ടിലേക്ക് പൈസ അയക്ക് നമ്മുടെ വീട്ടിലുള്ള ചിലവും കാര്യങ്ങളൊക്കെ തന്നെ നടന്നു പോകാനുള്ള അത്ര വരുമാനം തന്നെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് സേവിങ്സ് മാറ്റിയിടാൻ അതിന് മാത്രമൊന്നും ഇല്ലായിരുന്നു. പിന്നെ വാപ്പി എനിക്ക് തോന്നുന്നു ഒരു 4-5 കൊല്ലം മുമ്പാണ് കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 4-5 കൊല്ലം മുമ്പ് ഗൾഫിൽ നിന്ന് നിർത്തി വന്നിട്ട് ഗൾഫിൽ വാപ്പിക്ക് ഇറച്ചിവെട്ടായിരുന്നു പണി. അതായത് അവിടുത്തെ ഹോട്ടലിൽ ഈ മീറ്റ് ഉണ്ടല്ലോ, മീറ്റ് ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കട്ടിങ് ആയിരുന്നു വാപ്പിയുടെ ജോലി. ഗൾഫിൽ പോകുന്നതിന് മുമ്പ് വാപ്പി നാട്ടിൽ ചെയ്തുകൊണ്ടിരുന്നത്
തമിഴ്നാട്ടിൽ നിന്ന് പശുവിനെ എടുത്ത് കൊണ്ടുവരും. പശുവിനെ എരുമ അങ്ങനത്തെ ഐറ്റത്തിനൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിൽ ബീഫ് സ്റ്റാൾ നടത്തുന്നവർക്ക് കൊടുക്കും. അങ്ങനെയാണ് തോന്നട്ടെ, എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. ഗൾഫിൽ പോകുന്നതിന് മുമ്പ് അതായിരുന്നു ജോലി. പിന്നെ അത് ശരിയാവാഞ്ഞിട്ടാണ് തോന്നുന്നു ഗൾഫിൽ പോയത്. ഞാൻ കുഞ്ഞായിരുന്നോണ്ട് എനിക്ക് കറക്റ്റ് സ്റ്റോറി ഒന്നും അറിയത്തില്ല. ഉമ്മ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള സ്റ്റോറി തന്നെ എനിക്കറിയത്തുള്ളൂ. നാട്ടിൽ വന്ന് പുള്ളി ഗൾഫിൽ നിന്ന് നിർത്തി നാട്ടിൽ വന്ന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റോഡ്. അതുകൊണ്ടാണ് ഈ വണ്ടി പോകുന്ന സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ്. ഗൾഫിൽ നിന്ന് നിർത്തി വന്ന് ബിസിനസ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് ആൾ ഗൾഫിൽ നിന്ന് നിർത്തി വന്നത്. അപ്പോൾ ബിസിനസ് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് തന്നെ പശുവിനെ തമിഴ്നാട്ടിൽ നിന്ന് എടുക്കുക, ഇവിടെ കൊണ്ട് കൊടുക്കുക, അങ്ങനെ അത് സ്വന്തമായിട്ട് ചെയ്യാന്നുള്ളൊരു മൈൻഡിൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഷിനാജിനോട് പറഞ്ഞു, വാപ്പിനെ വിളിക്കുക, ഇങ്ങനെയാണ് ചോദിക്കുക, കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ വാപ്പിനെ ഷിനാജ് വിളിച്ച്, എനിക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ പറയുമ്പോൾ ഞങ്ങളുടെ ലവ് സ്റ്റോറി ആയിപ്പോൾ കുറേ കാര്യങ്ങൾ ഞാൻ ലവ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ആ രീതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവാണ്. ഷിനാജ് വിളിച്ച്. അപ്പോൾ വാപ്പിക്ക് ആദ്യം മുതലേ വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ കാര്യത്തിൽ. കാരണം ഇത്ര ലോങ് ഡിസ്റ്റൻസ് ആണ്, പിന്നെ ഷിനാജിൻ്റെ ഫാമിലി ആണെങ്കിലും നല്ലൊരു വീടില്ല, നല്ലൊരു ജോലിയില്ല എന്നൊക്കെയായിരുന്നു വാപ്പിയുടെ റീസൺ. വാപ്പി പറഞ്ഞാൽ നമുക്കോ സ്വന്തമായിട്ട് നല്ലൊരു വീടില്ല, നീ ചെന്ന് കയറുന്ന സ്ഥലമെങ്കിലും നല്ലതായിരിക്കണം എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്, അങ്ങനത്തെയൊക്കെ കുറേ റീസൺസ് പറഞ്ഞ്. അങ്ങനെ ചോദിച്ച് വാപ്പിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അങ്ങനെ എൻ്റെ എൻഗേജ്മെൻറ്റും എൻ്റെ കല്യാണമൊക്കെ എൻ്റെ ഒറ്റ ഒരാളുടെ വാശിയും കരച്ചിലും കൊണ്ട് മാത്രമാണ് നടന്നത്. അല്ലാണ്ട് എൻ്റെ വാപ്പിക്ക് തോന്നിയിട്ട് ചെയ്തതല്ല, ഒരിക്കലും എൻ്റെ വാപ്പിക്കായിട്ട് തോന്നിയിട്ട് ചെയ്ത കാര്യം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാവുന്നതെന്ന് തോന്നുന്നത്. എനിക്ക് തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ഇല്ലാണ്ടൊക്കെ പറയുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ വാപ്പിക്ക് ആദ്യം മുതലേ ഞങ്ങളുടെ കാര്യത്തിൽ താല്പര്യമില്ലായിരുന്നു. ഞാൻ പല രീതിയിലും വാപ്പിനെ കൺവിൻസ് ചെയ്യാൻ നോക്കി, സമ്മതിച്ചില്ല. ഇവർ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്കും ഇവർ ഫാമിലി എല്ലാവരും കൂടെ ആലപ്പുഴ ടൂർ വന്നതാണ്. അപ്പം അവർ ഗ്യാപ്പിൽ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരാൻ നിന്നതാണ്. അപ്പോൾ വാപ്പി നാട്ടിലില്ല, പാലക്കാടായിരുന്നു. ഞാൻ പറഞ്ഞ ഈ ബിസിനസ് സംബന്ധമായിട്ട് ആൾ പാലക്കാടായിരുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇവർ വരുന്നുണ്ടെന്ന് ഇവർ തന്നെ വാപ്പി എടുത്ത് പറഞ്ഞു. പിന്നെ ഞങ്ങളും പറഞ്ഞപ്പോൾ വാപ്പി ഞങ്ങളുടെ വീട്ടിലോട്ട് അയച്ച മെസ്സേജാണ് അവർ നാളെ വരുമെന്ന് പറഞ്ഞ്. അപ്പോഴും വാപ്പിക്ക് താല്പര്യമൊന്നും ഇല്ല കേട്ടോ, എനിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് പുള്ളി ഒന്ന് സമ്മതിച്ചെന്ന് അത്രേ ഉള്ളൂ. അപ്പം എങ്ങനെ സമ്മതിച്ചത് എന്താണെന്നൊക്കെ ഉള്ളത് എൻ്റെ ലവ് സ്റ്റോറിയിലുണ്ട്, അത് പോയി കണ്ടാൽ മതി. ഇവർ വരുന്നുണ്ട്, നീ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങ കലക്കി അവർക്ക് കൊടുക്കണം, അവളെ കാണാൻ വരുന്നുണ്ടെന്ന് വാപ്പി ഇങ്ങനെ മെസ്സേജ് അയച്ചു. അപ്പം എനിക്ക് മനസ്സിലായി പുള്ളിക്കാരന് വരാൻ താല്പര്യമില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ വാപ്പിക്ക് വിളിച്ച് വരണം, എന്തായാലും വന്നേ പറ്റത്തുള്ളൂ എന്നാണ്. അപ്പോൾ വാപ്പി പറഞ്ഞാൽ എനിക്ക് വരാൻ പറ്റത്തില്ല, ഇന്ന കാര്യങ്ങളുണ്ട് ഇവിടെ, അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാണ് പുള്ളിക്ക് താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് മനഃപൂർവ്വം ഒഴിഞ്ഞു മാറിയതാണ്. പിന്നെ ഞാൻ വോയിസ് അയച്ച് വിളിച്ചിട്ടൊന്നും എടുക്കാതെ ഇപ്പം ഞാൻ വോയിസ് അയച്ച് കരച്ചിലും വറച്ചിലും ഞാൻ കുറേ എൻ്റെ സെൻറ്റിമെൻറ്റ്സ് ഒക്കെ അടിച്ച് അത്രയും നാൾ എൻ്റെ മനസ്സിൽ ഒതുക്കി വെച്ച കാര്യങ്ങളൊക്കെ ഞാൻ വോയിസിലൂടെ പറഞ്ഞ് എന്തായാലും ഇവിടെ എത്തിയേ പറ്റത്തുള്ളൂ, എത്തണം എന്നുള്ളൊരു വാശിയിൽ ഞാൻ പറഞ്ഞ്. അപ്പോൾ ആൾ തലേദിവസം രാത്രി തന്നെ എത്തി. എൻ്റെ ആ വോയിസ് മെസ്സേജ് കേട്ടിട്ട് പുള്ളിക്കാരൻ നാട്ടിലെത്തി. അങ്ങനെ പിറ്റേ ദിവസം ഒരു പെണ്ണ് കാണാൻ വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നൊരു 8-10 പേരുണ്ടായിരുന്നു കേട്ടോ. വാപ്പി തന്നെ പോയി ജ്യൂസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അവർക്ക് കഴിക്കാൻ കേക്ക് അങ്ങനത്തെ ചെറിയ ചെറിയ പലഹാരങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ഒരു പെണ്ണ് കാണാൻ വന്ന് പെണ്ണ് കണ്ട് പോയി. അപ്പോൾ തന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ കല്യാണത്തിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെയൊക്കെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പി എൻ്റെ അടുത്ത് പറഞ്ഞ് 6-ാം മാസം 5-ാം മാസം അങ്ങനെ എന്തോ ആണ് ഇവർ വന്നത്. പെണ്ണ് കാണാൻ വന്നത് ജനുവരിയിലാണ്. 5-ാം മാസം എൻഗേജ്മെൻറ്റ് നടത്തിത്തരാമെന്ന് പറഞ്ഞു. പുള്ളി അതെന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഒരു വെറും വാക്ക് പറഞ്ഞതായിരുന്നു. പക്ഷേ നമ്മൾ ഇത്ര ആഗ്രഹിച്ചിരിക്കുമ്പം ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് വാപ്പി പറഞ്ഞ ആ ഒരു സാധനം എൻ്റെ മനസ്സിലോട്ട് ഞാൻ എടുത്ത് വെച്ച് 5-ാം മാസം ഞങ്ങളുടെ എൻഗേജ്മെൻ്റ് ആണെന്നുള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിൽ വളയിടൽ നടത്താം, അതായത് എൻഗേജ്മെൻറ്റ് നടത്താം എന്നുള്ളൊരു ഇതിലായിരുന്നു. അങ്ങനെ മാസങ്ങളൊക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ്. ഏപ്രിലായിട്ട് ഒരു അനക്കമില്ല. വാപ്പി കട്ടക്ക് ബിസിനസ്സിൻ്റെ പിന്നാലെയാണ്, അതിൻ്റെ പുറകെ ബിസിനസ് മെച്ചപ്പെടുത്തണം, ബിസിനസ് വലുതാക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡായിരുന്നു ആൾക്ക്. നല്ല കാര്യം തന്നെയാണ്, ബിസിനസ് നല്ല രീതിയിൽ ഇതായാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ്. പക്ഷെ വീട്ടിലെ കാര്യം കൂടെ കുറച്ചൊക്കെ നമ്മൾ നോക്കണമല്ലോ. ഞാൻ ടോട്ടലി ഇതിൽ വാപ്പിനെ കുറ്റപ്പെടുത്തി പറയാമെന്ന് ആരും വിചാരിക്കരുത്. എന്താണ് നമ്മുടെ വീട്ടിൽ നടന്ന സംഭവം അത് അതേപോലെ തന്നെയാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ്. അങ്ങനെ ഏപ്രിലായി, അനക്കമൊന്നുമില്ല. മെയ് 1 ആണെന്ന് തോന്നുന്നു. മെയ് 1 ആയപ്പോഴത്തേക്കും ഞാൻ വാപ്പിയെടുത്ത് പറഞ്ഞു, ഇങ്ങനെ എൻഗേജ്മെൻറ്റ് നടത്തിത്തരാമെന്നാണല്ലോ പറഞ്ഞത്, എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ നടത്തിത്തരാമെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സമ്മതിക്കത്തില്ല, എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. പിന്നെ ഇവർ പെണ്ണ് കാണാൻ വന്നപ്പോൾ 5-ാം മാസം എൻഗേജ്മെൻറ്റ് നടത്തിത്തരാമെന്ന് പറഞ്ഞത് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഷിനാജിനോട് പറഞ്ഞു, നിങ്ങൾ വിളിച്ച് സംസാരിച്ച് ഇത് ശരിയാക്കിയേ പറ്റത്തുള്ളൂ, ഇതിങ്ങനെ നീട്ടി വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഷിനാജിൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടൊന്നും വാപ്പി ഞാൻ ഡേറ്റ് അവരോട് പറഞ്ഞ് ഞാൻ ഡേറ്റ് നോക്കിയിട്ട് വിളിക്കാം,
പിന്നെ ഡേറ്റ് നോക്കുന്നില്ല, ഒന്നും നോക്കില്ല. അപ്പോഴൊക്കെ ഈ ബിസിനസിന്റെ പുറകെയാണ് വാപ്പി. അതായത് എൻ്റെ കാര്യത്തിൽ വലിയ ചൂട് കാണിക്കുന്നു. അങ്ങനെ ഷിനാജിന്റെ വീട്ടിൽ നിന്ന് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പറയാൻ തുടങ്ങി, ഞങ്ങൾക്ക് ചെയ്തേ പറ്റത്തുള്ളൂ, ഇനി നീട്ടാൻ പറ്റത്തില്ല. അപ്പം തന്നെ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ റിലേഷൻ തുടങ്ങിയിട്ട് ഒരു 4-5 വർഷമൊക്കെ ഞാൻ തോന്നുന്നു കേട്ടോ. 4 വർഷം എന്തായാലും ആയിട്ടുണ്ടാവും. വാപ്പി പറഞ്ഞാൽ ഓക്കെ ഞാൻ ഡേറ്റ് നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഡേറ്റ് നോക്കുന്നില്ല, വിളിക്കുന്നില്ല, അവർ വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, അങ്ങനെയൊക്കെ പല ഇതുമായി. പിന്നെ ഞാൻ എൻ്റെ ലെവൽ വിട്ട് ഞാൻ ഫുഡ് കഴിക്കാതെ പട്ടിണി കിടക്കാൻ തുടങ്ങി. അതിലൊന്നും എൻ്റെ വാപ്പി വീണിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ പട്ടിണി കിടന്നപ്പോൾ സമരം ചെയ്തൊന്നും എൻ്റെ വാപ്പി മൈൻഡേ ചെയ്തിട്ടില്ല. അങ്ങനെ പിന്നെ അവസാനം ഞാൻ തന്നെ നല്ല രീതിക്ക് വാശി പിടിച്ച് കരച്ചിലും ബഹളമൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞ സമ്മതിക്കത്തില്ല, എൻ്റെ അടുത്ത് വാക്ക് പറഞ്ഞതാണ്, വാക്കിനെ നടത്തി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു മെയ് ലാസ്റ്റാണ്, മെയ് ഒരു 20 കഴിഞ്ഞിട്ട് 25 കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു, ഞങ്ങളങ്ങനെ ഉസ്താദിനെ കണ്ട് നല്ലൊരു ഡേറ്റ് എടുത്ത്. അപ്പോൾ ജൂൺ 5-ാം തീയതി ആയിരുന്നു നമ്മൾ എൻഗേജ്മെൻറ്റിന് ഡേറ്റ് എടുത്തത്. ഡേറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം ഓക്കെ ആയി. നമ്മുടെ വീട്ടിൽ നടത്താനുള്ളൊരു സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താമെന്നുള്ളത് പിന്നെ ആൾ ഓക്കെ കേട്ടോ. ഡേറ്റൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടത്തണം, എന്തായാലും നടത്തിയേ പറ്റത്തുള്ളൂ, ഇതിന്ന് മുങ്ങാൻ പറ്റത്തില്ലെന്ന് വാപ്പിക്ക് മനസ്സിലായപ്പം കുറച്ച് എനർജി കയറി ആൾക്ക്. അപ്പോൾ വീട്ടിൽ നമുക്ക് നടത്താനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് വാപ്പി പറഞ്ഞാൽ നമുക്ക് ഓഡിറ്റോറിയത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം, വാപ്പിയായിട്ട് ഇതിന് മുന്നിട്ട് നിൽക്കുന്നുണ്ടല്ലോ. എന്തായാലും വാപ്പമാരാണ് പെമ്മക്കടെ കാര്യത്തിലെന്നല്ല മക്കളുടെ കാര്യത്തിൽ മുന്നിട്ട് നിൽക്കേണ്ടത്. വാപ്പി താല്പര്യക്കുറവ് കാണിച്ചപ്പോൾ ഞാൻ ഓർത്ത് ആർക്കോ വേണ്ടിയിട്ട് ചെയ്യുന്ന പോലെ ചെയ്തു തരുമായിരിക്കുന്നു. പക്ഷെ ആള് ആ സമയത്ത് കുറച്ച് എനർജി കയറി എല്ലാം ഓക്കെ ആയിട്ട് ചെയ്തു തന്ന് അങ്ങനെ ഓഡിറ്റോറിയം എടുത്ത് എൻഗേജ്മെൻറ്റ് നടത്തി. കുഴപ്പമില്ല, അൽഹംദുലില്ലാ, നല്ല രീതിയിൽ തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് കല്യാണം എന്നുള്ളൊരിതാണ്. എൻഗേജ്മെൻറ്റ് നടത്തുമ്പോൾ തന്നെ വാപ്പി പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻഗേജ്മെൻറ്റ് കൂടെ നടത്തി തന്നാൽ നിങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യത്തില്ല, ഞാൻ ചോദിക്കുന്നൊരു സമയം നിങ്ങൾ എനിക്ക് തരത്തില്ല, നിങ്ങൾ കല്യാണം വേണമെന്നും പറഞ്ഞ് വാശി പിടിക്കും, ധൃതി പിടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞില്ല, ഒരു 1 ഇയർ ടൈം എന്തായാലും ഞങ്ങൾ തരാം, അത് കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് 1 വർഷവും കഴിഞ്ഞ് 1.5 വർഷവും കഴിഞ്ഞ് അവിടുന്ന് വീണ്ടും വിളിക്കാൻ തുടങ്ങി ഷിനാജിൻ്റെ വീട്ടിൽ നിന്ന്. കല്യാണത്തിൻ്റെ കാര്യം എന്താണ്, ഇത്രയായില്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് കല്യാണം നടത്തണ്ടേ. അപ്പം പാപ്പി എടുത്ത് പറഞ്ഞ്, പാപ്പി ഈ എൻഗേജ്മെൻറ്റിന് എന്തായിരുന്നു കാണിച്ചു കൂട്ടിയത് അതേപോലെ തന്നെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അവർ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അപ്പോഴൊക്കെ അത് ഉണ്ടാകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഈ ബിസിനസ്സിൻ്റെ പുറകെയായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നതിനെക്കാട്ടി കൂടുതൽ പുള്ളി നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ബിസിനസ്സിൻ്റെ കാര്യം നോക്കി. ഇങ്ങനെ പോയ ബിസിനസ് പെട്ടെന്ന് ഒറ്റയടിക്ക് താഴത്തോട്ട് പോയി. നമ്മൾ ആരും വിചാരിച്ചില്ല അങ്ങനെ ഒരു പ്രശ്നം, അതായത് പെട്ടെന്ന് ഈ നല്ല രീതിയിൽ പോണ ബിസിനസ് പെട്ടെന്ന് താഴത്തോട്ടാകും എന്നുള്ളത്. ഞങ്ങളൊക്കെ എല്ലാവരും ആകെ ഷോക്കായി. കാരണം ഈ ബിസിനസ് നല്ല രീതിയിൽ പോയ സമയത്തും എൻ്റെ ഉമ്മ ആണെങ്കിലും ഫാമിലിയിലുള്ള ബാക്കി ആൾക്കാരൊക്കെ പറഞ്ഞ അവളുടെ കല്യാണം നടത്ത്, ഇപ്പം അതിനുള്ള ഭാഗ്യമുണ്ടല്ലോ, നടത്താനപ്പോൾ പാപ്പി പറഞ്ഞില്ല, ഇപ്പം നടത്തത്തില്ല, എന്തായാലും ഒരു 20 വയസ്സ് കഴിയാതെ നടത്തത്തില്ല, എന്തായാലും 20 വയസ്സ് കഴിയട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്മളത് സമ്മതിച്ചു കൊടുത്ത്. പക്ഷെ ബിസിനസ് ഒറ്റയടിയിൽ ഫ്ലോപ്പായി. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന നമ്മുടെ വീട് പട്ടിണിയുടെ അവസ്ഥയിൽ വരെ എത്തി. സീരിയസ്ലി പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാതെ കിടന്ന് എത്രയോ ദിവസങ്ങളുണ്ട്, വെറും പച്ചവെള്ളം മാത്രം കുടിച്ച്. ഇതിപ്പോൾ ഞാൻ ഒറ്റ ഇതിൽ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വിട്ടുപോകും, അത് ഉറപ്പാണ്. അപ്പം ഈ ബിസിനസ് ഞാൻ പറഞ്ഞല്ലോ ഒറ്റടിക്ക് ഫ്ലോപ്പ് ആയപ്പോഴത്തേക്കും അത് നിലനിർത്താൻ വേണ്ടി അവിടുന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ കടം വാപ്പി വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കടം വാങ്ങിച്ചിട്ടും ബിസിനസ് പൊട്ടിപ്പാളീസാവുക എന്നല്ലാണ്ട് ഒരു ഗ്രോത്ത് പിന്നീട് അതിനുണ്ടായിട്ടില്ല. കുറേ ശ്രമിച്ച് വാപ്പി വീണ് പോയത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല ഇത് നോക്കി, പക്ഷെ നടന്നില്ല. കല്യാണ സമയം എടുത്തപ്പോഴത്തേക്കും ഒട്ടും നമുക്ക് വീട്ടിൽ അരി വാങ്ങാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയായി. അപ്പം നമ്മുടെ മുമ്പിൽ മുമ്പ് മുതലേ വാപ്പിയുടെ വീട്ടിൽ നിന്ന് ഓഹരി എൻ്റെ കല്യാണ സമയത്ത് തരാമെന്നുള്ളൊരിതിൽ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. വാപ്പിയുടെ ഉമ്മയും വാപ്പായും ജീവിച്ചിരുന്ന ടൈമിൽ തന്നെ ഓഹരി എൻ്റെ കല്യാണ സമയത്ത് തരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവരുടെ മരണശേഷം പിന്നെ വാപ്പിയുടെ പെങ്ങളാണ് ആ വീട്ടിലുള്ളത്. അപ്പം ഇവരിങ്ങനെ മരണ സമയത്ത് ഇവരിങ്ങനെ പറഞ്ഞു എൻ്റെ കല്യാണ സമയത്ത് എനിക്ക് എന്താന്ന് വെച്ചാൽ കൊടുക്കണമെന്നുള്ളത്. വാപ്പിയുടെ പെങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് അവർ മരിച്ചത്. ഈ വാപ്പിയുടെ ബിസിനസ് ഫ്ലോപ്പായ സമയത്ത് ഞാനാണെങ്കിൽ എൻ്റെ കല്യാണം നടക്കാത്ത വിഷമത്തിലും എന്താണ് താല്പര്യം കാണിക്കാത്ത, ഞാനൊരു മകളല്ലേ, എൻ്റെ കാര്യത്തിൽ എന്താ ചൂട് കാണിക്കാത്ത, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ എനിക്ക്.
അപ്പോൾ വാപ്പി ബിസിനസ് പൊട്ടിപ്പാളീസായി അത്രയും തകർന്ന് നിൽക്കുന്ന ടൈമിൽ ഞാൻ വാപ്പിക്ക് സ്വസ്ഥത കൊടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ, എൻ്റെ കല്യാണക്കാര്യം പറഞ്ഞു. കാരണം ഇത്രയായി എനിക്ക് മനസ്സിലായി ഇനി അങ്ങോട്ട് സമയം പോകും തോറും കല്യാണം നടക്കാനുള്ള ചാൻസ് കുറഞ്ഞു വരും. കാരണം 10 പൈസ നമ്മുടെ കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥ, അപ്പോഴും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ബിസിനസ് നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ലാഭമൊക്കെ എന്ത് ചെയ്തെന്നുള്ളത്. ആ ബിസിനസ് നടത്തി കിട്ടിയ ലാഭം വാപ്പി വീണ്ടും ബിസിനസ്സിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയായി. സേവിങ്സും ഇല്ല, ബിസിനസ്സും പാളി, ഒന്നും ഇല്ലാത്തൊരവസ്ഥയായി. നിങ്ങൾക്കറിയാലോ ഒരു കല്യാണം നടത്തണമെങ്കിൽ എന്തുമാത്രം പൈസ ചിലവുള്ളൊരു കാര്യമാണ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് പൊട്ടിയപ്പോഴത്തേക്കും വാപ്പി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയായിരുന്നു. കാരണം വീട്ടിൽ പ്രോപ്പറായിട്ട് വരത്തില്ല ആള്. രാവിലെ പോയാൽ രാത്രി വരത്തില്ല. 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വരുന്നത്. കാരണം ഇത്രയും പൈസയുടെ നഷ്ടം വന്നപ്പോൾ പുള്ളിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കല്യാണക്കാര്യം, ഇത് രണ്ടും ഇങ്ങനെ നിൽക്കുമല്ലേ, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ രാവിലെ പോയാൽ രാത്രി വരത്തില്ല. ഞാനും ഉമ്മയും കൂടെ വിളിച്ച് നോക്കിയാൽ സ്വിച്ച് ഓഫ് ആയിരിക്കും. ആരെയൊക്കെ വിളിച്ച് തിരക്കാം, അവരൊക്കെ ഞങ്ങൾ വിളിച്ച് തിരക്കും. വാപ്പിനെ ഇങ്ങനെ കാണുന്നില്ല, പിന്നെ അത് നിങ്ങളുടെ കൂടെ ഉണ്ടാ അവരുടെ കൂടെ ഉണ്ടാന്നൊക്കെ ഞങ്ങൾ ചോദിക്കും. ആരുടെ കൂടെ ഇല്ലെന്ന് പറയും. സീരിയസ്ലി പറയുകയാണെങ്കിൽ ഒരു ദിവസം രാത്രി 10-11 മണി തൊട്ട് വെളുപ്പിന് 4 മണി വരെ ഞാനും എൻ്റെ ഉമ്മയും കൂടെ ഇരുന്ന് കരഞ്ഞ ദിവസമുണ്ട് വാപ്പി വരാനിട്ട്. എൻ്റെ പൊന്നോ, അതൊക്കെ ഓർത്താലുണ്ടല്ലോ അത്രയ്ക്ക് ഞങ്ങൾ വിഷമിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഉറങ്ങാതെ ഇരുന്ന് കരഞ്ഞ സമയമുണ്ട് വാപ്പിനെ കാണാതെ. കാരണം ഞങ്ങൾക്ക് പേടിയായി. കാരണം ഇങ്ങനൊരു അവസ്ഥയിൽ ആരായാലും ഒരു മരണത്തിലേക്കുള്ളൊരു ചിന്തയായിരിക്കും കൂടുതലും വരുന്നത്. കാരണം വേറൊരു വഴിയില്ല നമ്മുടെ മുമ്പിൽ. ഇത് ബിസിനസ്സും ഫ്ലോപ്പായി എൻ്റെ കല്യാണം എന്ന് പറയുന്ന കാര്യവും നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് കരകയറാനായിട്ട് ഒരു വഴിയില്ല മുമ്പിൽ. അപ്പോൾ അവസാനം മരണം എന്നുള്ളൊരു കാര്യമല്ലേ ചിന്തിക്കത്തുള്ളൂ. അത് വാപ്പി ഇടക്കിടക്ക് നമ്മുടെ അടുത്ത് പറയുകയും ചെയ്യുമായിരുന്നു, എനിക്കിനി ഒരു വഴിയില്ല, ഞാൻ മരിച്ചപ്പോൾ ആ ഒരു ഇത് നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് വാപ്പി വിളിച്ചാൽ ഫോൺ എടുക്കാതെ ആകുമ്പോഴും വാപ്പിനെ കാണാതെ ആകുമ്പോഴും നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തകർന്നു പോയൊരവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. ആ ഒരു ദിവസം ഫുള്ള് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് കരഞ്ഞ്. രാവിലെ ആയപ്പോഴത്തേക്കും വാപ്പി രാവിലെ വന്നപ്പോൾ തന്നെ ഉമ്മ കണ്ടപ്പോൾ ഭയങ്കര കെട്ടിപ്പിടിച്ചൊക്കെ കരച്ചിലായിരുന്നു. ഞങ്ങളോട് പറഞ്ഞത് എനിക്ക് ഇതിൻ്റെ കാര്യം ഓർത്ത് ടെൻഷനായിട്ട് സമാധാനം ഇല്ലായിട്ട് ഞാനിങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുമായിരുന്നു. അവിടെ ഇരുന്ന് ഞാൻ അങ്ങനെ ഉറങ്ങിപ്പോയതാന്ന് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഇനി ഫോൺ എടുക്കാതിരിക്കുക. ഇത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചത് ഞാൻ പറഞ്ഞല്ലോ, ഈ പൈസ കൊടുക്കാനുള്ളവരൊക്കെ വിളിക്കുന്നു പേടിച്ചിട്ട് വാപ്പി ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചതാണ്. പിന്നെ എപ്പോഴും തുടരെ അങ്ങനെയായി. വീട്ടിൽ വരാതെയായി. 2-3 ദിവസം കൂടുമ്പോൾ വീട്ടിൽ വരും. അപ്പോൾ നമുക്ക് മനസ്സിലായി എവിടെയെങ്കിലും കാണും. കാരണം 1-2 പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് ഞങ്ങൾ മനസ്സിലായി പുള്ളി ഈ ഒരു വിഷമത്തിൽ എവിടെയെങ്കിലും പോയിരിക്കുക. പിന്നെ ഞങ്ങൾ മാക്സിമം കര കയറാൻ വേണ്ടിയിട്ടുള്ള എല്ലാ വഴികളും ഞങ്ങൾ നോക്കി. പക്ഷേ നമുക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. അത് പണയം വെച്ച് പൈസ എടുക്കാൻ പോലും നമുക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടി. ഈ ബിസിനസ് തകർന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ല പട്ടിണി കിടന്ന ദിവസങ്ങളുണ്ട്. അതൊന്നും നമ്മൾ ആരെയും അറിയിച്ചിട്ടില്ല. നമ്മുടെ ഫാമിലിയിലുള്ളവരാണെങ്കിലും അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ സഹായങ്ങളുണ്ടാകും. പക്ഷെ ഞങ്ങൾ ആരെയും അറിയിച്ചിട്ടില്ല. ആരെയും അറിയിക്കാതെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയി. പട്ടിണി കിടന്നും നല്ല ത്യാഗം അനുഭവിച്ചിട്ട് ഞാൻ ജനിച്ച് അത്രയും വയസ്സിനുള്ളിൽ അനുഭവിക്കാത്ത കുറേ കാര്യങ്ങൾ അന്ന് അനുഭവിച്ച് ടോട്ടലി നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഉള്ള സമാധാനം നഷ്ടപ്പെട്ട് സന്തോഷം ഇല്ലാണ്ടായി. ഒരു നരക ജീവിതം അങ്ങനെ വേണമെങ്കിൽ പറയാം. കാരണം പൈസ കൊടുക്കാനുള്ളവർ വീട്ടിൽ ചോദിച്ചു വരുന്നു, പൈസ കൊടുക്കാനുള്ളവരെ ഒളിച്ച് വാപ്പി മാറി നടക്കുന്നു, വീട്ടിൽ വരാതെ ഫുഡ് കഴിക്കുന്നില്ല. നമുക്ക് വീട്ടിൽ ഫുഡ് വെക്കാൻ ഒന്നുമില്ല, ഒരു വരുമാന മാർഗ്ഗവും ഇല്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാനുള്ളൊരു മൈൻഡായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് വീട്ടിലെ ജീവിതം മടുത്തുന്നൊരവസ്ഥയെ ഞങ്ങൾക്ക് എല്ലാവർക്കും മടുത്തുന്നുള്ളൊരവസ്ഥയെ. പിന്നെ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നൊന്ന് പോയാൽ മതിയെന്നായി. കാരണം നമുക്ക് രക്ഷപ്പെടാനൊരു വഴിയിലൊന്നുമില്ല എന്ന് വെച്ചിട്ട് ഇത്ര അവസ്ഥയപ്പോൾ വീട്ടുകാരെ ഉപേക്ഷിച്ച് പോകണം അങ്ങനെയല്ല കേട്ടോ. ഞാൻ പല ജോലിക്കും പോകാൻ വേണ്ടി ശ്രമിച്ചു. അന്നൊന്നും വാപ്പിയെ സമ്മതിച്ചില്ല, ഷിനാജ് സമ്മതിച്ചില്ല. സീരിയസ്ലി പറയുവാണെങ്കിൽ സെയിൽസ് ഗേളായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാൻ കടയിൽ പോയി അന്വേഷിക്കുക വരെ ചെയ്തു. ഉമ്മ അപ്പോഴത്തേക്കും ചെറിയ പണിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ അവനാണെങ്കിലും അവന് കിട്ടുന്ന പണിക്കൊക്കെ അവനും പോകും, ഡ്രൈവിങ്ങിന്. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന, അതായത് അവർക്ക് കിട്ടുന്ന വരുമാനം കൊണ്ടായി വീട്ടിൽ അരി വാങ്ങൽ. കാരണം വാപ്പിക്ക് വരുമാനമില്ല. വാപ്പിയുടെ വരുമാനം ഈ ബിസിനസ് പൊട്ടിയപ്പോഴത്തേക്കും പുള്ളി ആകെ തകർന്ന് പുള്ളി പിന്നെ വേറെ ഒരു ജോലിക്ക് ശ്രമിച്ചിട്ടില്ല. പോകാനുള്ളൊരു മനസ്സില്ല, മൈൻഡ് വരുന്നില്ല. അത് നമ്മൾ ആരായാലും തെറ്റ് പറയാൻ പറ്റത്തില്ല. അത്രയും ഒരു അവസ്ഥ നിൽക്കുമ്പോഴത്തേക്കും നാലാവഴിക്കും ആൾക്കാർ തിരക്കി വരുന്നു. ഇനിയിപ്പോൾ വാപ്പി ഒരു കടയിൽ ജോലിക്ക് കയറിയാലും അവിടെ വാപ്പി പൈസ കൊടുക്കാനുള്ളവർ തിരക്കി വരും, അവിടെ നിലനിൽപ്പില്ലാണ്ടാവും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിട്ടതൊന്നുമല്ല. കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ അതൊന്നും എനിക്കിപ്പോൾ ഇവിടെ ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പേഴ്സണൽ ലൈഫാണ്, അതിൻ്റേതായ ഇതുണ്ട് നമുക്ക്. അതുകൊണ്ട് ഒരു ലിമിറ്റ് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറയുന്നുള്ളൂ. ഒരുപാട് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. നല്ല രീതിക്ക് ആ ഒരു വർഷമൊക്കെ എൻ്റെ പൊന്നോ ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ സെയിൽസ് ഗേളായിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ച് പോയി.
ജോയിൻ ചെയ്യാൻ അവർ പറഞ്ഞതാണ്. ഷിനാജ് സമ്മതിച്ചില്ല, വാപ്പിയും സമ്മതിച്ചില്ല. ഒരിക്കലും അങ്ങനെ ഒരു പണിക്ക് ജോലിക്ക് പോകണ്ട എന്നുള്ളൊരിതായി. ഞാൻ പിന്നെ അപ്പോഴൊക്കെ എനിക്ക് യൂട്യൂബ് ഉണ്ട് കേട്ടോ, പക്ഷെ വരുമാനം ഇല്ല. യൂട്യൂബ് ഇങ്ങനെ ഒരു മൂലക്ക് ചത്തു കുത്തി കിടക്കുന്ന പറഞ്ഞ അവസ്ഥ. എന്നാലും ഞാൻ വല്ലപ്പോഴും ഒക്കെ വീഡിയോ ഇടുമായിരുന്നു. ആ ഒരു സമയത്ത് മൈൻഡ് ശരിയല്ലല്ലോ. എന്നാലും അതെങ്കിലും പച്ച പിടിക്കട്ടെ എന്ന് ഓർത്ത് ഞാൻ വീഡിയോസൊക്കെ ഇടുമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. യൂട്യൂബ് ആ മൂലക്ക് അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തെങ്കിലും വരുമാനം വേണമെന്നായി. പക്ഷെ ഒരുപാട് ശ്രമിച്ചിട്ടും വരുമാനത്തിനുള്ളൊരു വഴിയും എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു, ജോലിക്ക് വിടുന്നത് വാപ്പിക്ക് ഷിനാജിനും താല്പര്യമില്ലാത്തതുകൊണ്ട് അതിന് പോകാൻ പറ്റിയില്ല. പിന്നെ ഉമ്മ കിട്ടുന്ന പണിക്കൊക്കെ പോവും, അവനും കിട്ടുന്ന പണിക്കൊക്കെ പോവും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ദുരിതം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു സമയത്താണ് എൻ്റെ കല്യാണക്കാരി ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഞാൻ വാപ്പിയെടുത്ത് പറഞ്ഞു, എന്തെങ്കിലും ചെയ്ത് കല്യാണം ഒന്ന് നടത്ത്. കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട്ടിലെ ജീവിതം നരകതുല്യമായിരുന്നത് ഞാൻ എപ്പോഴും വീട്ടിൽ പറയുമായിരുന്നു. ഈ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു ഞാൻ എൻ്റെ വാപ്പിയെടുത്തും ഉമ്മാനെടുത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത്. കാരണം ഇത്രയൊക്കെ നരകമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് നമുക്ക് ഒരിക്കൽ സ്വർഗമായിട്ട് തോന്നും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. ഇപ്പോഴും നല്ല ബുദ്ധിമുട്ടി തന്നെയാണ് വീട് പോകുന്നത്. വാപ്പി പണിക്ക് പോകുന്നുണ്ട്, അവൻ കിട്ടുന്ന പണിക്ക് പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഉമ്മ കിട്ടുന്ന പണിക്ക് പോകുന്നുണ്ട്. അന്നന്ന് കഴിഞ്ഞ് പോകാൻ, അതായത് ഭക്ഷണത്തിനുള്ള വക ഉണ്ടാവുന്നുണ്ട്, അതേ ഉള്ളൂ. അല്ലാണ്ട് വലിയ മെച്ചമൊന്നും ഇല്ല. അപ്പം ഞാൻ അന്ന് പറഞ്ഞതിന് ഞാൻ ഇന്നും അത് ആലോചിച്ച് ഇതാവുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട് നല്ല രീതിയിൽ. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എന്നോർത്ത് എൻ്റെ വീട് എനിക്ക് നരകമാണെന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു നവംബറൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ എൻ്റെ മാമാമാരോടൊക്കെ പറഞ്ഞു, ഒന്ന് ഇടപെടി, കല്യാണത്തിൻ്റെ കാര്യം എന്തെങ്കിലും ചെയ്യാൻ വാപ്പിയെടുത്ത് വരാം. അവിടെ നിന്ന് ഇപ്പോൾ ഓഹരി കിട്ടുമല്ലോ, അതുകൊണ്ട് കല്യാണം നടത്തിയാൽ മതി, വേറെ കടങ്ങളൊന്നും വാങ്ങണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വാപ്പിക്കും തോന്നി നടത്താം, ഇനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന്. അപ്പോഴും വാപ്പിയുടെ മനസ്സിലെ പേടി എന്തായിരുന്നെന്നറിയുമോ? എൻ്റെ കല്യാണം നടത്തുമ്പോൾ ആൾക്കാർ പറയും, അവനത് ഫുള്ള് കടമാണ്, കടമൊന്നും തീർക്കാതെ പിന്നെ മകളുടെ കല്യാണം നടത്താൻ പോവാണ്, നല്ല ആഘോഷിച്ച് നടത്താൻ പോവാണെന്നുള്ളത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞ് നടക്കുമെന്ന്. അപ്പോൾ ഈ പുറത്തുള്ളവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്താണെന്നും എങ്ങനെയാണ് ഈ കല്യാണം നടത്താൻ പോകുന്നതെന്നുള്ളത്. ഞങ്ങളാണെങ്കിലും ഞങ്ങളുടെ ഫാമിലിയിൽ ഓരോ കല്യാണങ്ങൾ വരുമ്പോൾ നല്ല രീതിയിൽ വാപ്പി സഹായിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടുത്തുള്ള ടൈമിൽ നല്ല രീതിയിൽ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്നല്ല, ഒരു അയൽവക്കത്തെ കല്യാണമാണെങ്കിൽ പോലും ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതൊക്കെ വാപ്പി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വാപ്പി എന്ന് പറയുമ്പം മറ്റുള്ളവരുടെ സങ്കടം കണ്ട് ഭയങ്കര സഹതാപമാണ് വാപ്പിക്ക്. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ബിസിനസ്സിലായാലും ഇത്രയും താഴ്ച ഞങ്ങൾക്ക് വരാൻ കാരണം സഹതാപം വെച്ചിട്ട് വാപ്പിക്ക് കിട്ടാനുള്ള പൈസ ഒന്നും വാപ്പി അങ്ങനെ ആരോടും ചോദിക്കത്തില്ലായിരുന്നു. ഭയങ്കര സഹതാപം വെച്ചിരുന്നിരുന്ന വാപ്പിക്ക് ലാസ്റ്റ് വലിയൊരു പണി കിട്ടി. അങ്ങനെ എല്ലാവരും ഇടപെട്ടിട്ട് കല്യാണം നടത്താം എന്നുള്ളൊരു തീരുമാനം എത്തി. ആ തീരുമാനം എത്തുന്നത് ഒക്ടോബർ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കാണ്. ഇനിയാണ് അങ്ങോട്ട് ട്വിസ്റ്റുകൾ നടക്കാൻ പോകുന്ന സമയം. നമ്മൾ കല്യാണം നടത്താം എന്നുള്ളൊരു തീരുമാനം എത്തിയപ്പോൾ തന്നെ നമ്മൾ വാപ്പിയുടെ പെങ്ങളോട് പറഞ്ഞ് കല്യാണം നടത്താൻ ഇങ്ങനെ പ്ലാനുണ്ട്, അതുകൊണ്ട് ഓഹരി എന്താണെന്ന് വെച്ചാൽ തരണം. എൻ്റെ മുമ്പിൽ അത് മാത്രമുള്ളൊരു വഴി, അല്ലാണ്ട് 5 രൂപ പോലും എൻ്റെ കയ്യിലില്ല കല്യാണത്തിന് വേണ്ടിയിട്ട് ഇറക്കാനെന്ന് വാപ്പി പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞാൽ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, തരാമെന്നൊക്കെ പറഞ്ഞ്. ഇൻവിറ്റേഷൻ കാർഡ് ഫസ്റ്റ് നമ്മൾ പള്ളിയിൽ ചീട്ട് കൊടുക്കണം. അതായത് ഇവിടുത്തെ പള്ളിയിൽ കല്യാണം നടത്താൻ പോകണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പ്രോസസ്സ് ഉണ്ട് നമ്മുടെ മഹലിൽ നമുക്ക് ചെയ്യണം. അതിന് പോലും കൊടുക്കാൻ നമ്മുടെ അടുത്ത് പൈസ ഇല്ല. അതിന് പോലും കൊടുക്കാനില്ലാണ്ട് എനിക്ക് തോന്നുന്നു 10,000-5,000 വേണമായിരുന്നു. എവിടുന്നോ കടം വാങ്ങിച്ചിട്ടാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മ കിട്ടുന്നില്ല, എവിടുന്നോ കടം വാങ്ങിച്ചിട്ടാണ് ആ പ്രോസസ്സ് നമ്മൾ തീർത്തത്. അത് കഴിഞ്ഞിട്ട് ഇൻവിറ്റേഷൻ കാർഡ്, അന്നൊക്കെ ഞാൻ ചെറിയ രീതിയിൽ ക്രാഫ്റ്റൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇൻവിറ്റേഷൻ കാർഡ് ഞാൻ തന്നെ ചെയ്യാം എന്നുള്ളൊരിതായി. കാരണം പുറത്ത് പോയി അന്വേഷിച്ചപ്പോൾ നല്ല റേറ്റൊക്കെ അവർ പറഞ്ഞ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ തന്നെ ഇൻവിറ്റേഷൻ കാർഡ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ചെയ്തു കേട്ടോ. നമ്മൾ പ്രിൻ്റ് എടുത്ത് ഒരു 250 ഇൻവിറ്റേഷൻ കാർഡ് എന്തോ നമ്മൾ ചെയ്തോളൂ, ബാക്കിയൊക്കെ നമ്മൾ പറയുമായിരുന്നു. അങ്ങനെയൊക്കെ ഇൻവിറ്റേഷൻ കാർഡ് അടിച്ച് പിന്നെയുള്ള പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഗോൾഡ് എടുക്കണം, ഡ്രസ്സ് എടുക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ ഏരിയയിലൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ലോണ് കിട്ടുന്നത്. അതായത് നമ്മുടെ പ്രൂഫൊക്കെ വെച്ചാൽ ഇങ്ങനെ ഒരു എമൗണ്ട് കിട്ടും, നമ്മൾ ആഴ്ച അല്ലെങ്കിൽ മാസത്തിൽ അടച്ചു കൊടുക്കണം. അപ്പം അങ്ങനെ ഒരു ലോൺ വഴി നമ്മൾ കുറച്ച് പൈസ എടുത്തിട്ടാണ് കല്യാണത്തിനുള്ള ഡ്രസ്സൊക്കെ നമ്മൾ എടുത്തത്. അതിലും ഒരു കഥയുണ്ട്. കാരണം കല്യാണത്തിന് തലേന്നിടാൻ നമുക്ക് ഡ്രസ്സ് വേണമല്ലോ, തലേന്ന് മാത്രം മതി, കാരണം പിറ്റേ ദിവസം ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവാണല്ലോ. തലേന്നിടാൻ ഡ്രസ്സ് എടുക്കാൻ പൈസ ഇല്ല. അപ്പം വാപ്പി എന്തെടുത്തു, വാപ്പിയുടെ ഒരു കൂട്ടുകാരനുണ്ട് കുറച്ച് ദൂരം, പുള്ളിക്കാരൻ്റെ ആരുടെയോ കല്യാണം നടന്ന ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി യൂസ് ചെയ്തതാണ്. അത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്ക് കല്യാണത്തിൻ്റെ തലേ ദിവസം ഇടാൻ വേണ്ടിയിട്ട്. ഞാൻ ഇടാൻ ഓക്കെ ആയിരുന്നു, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലായിരുന്നു, കാരണം നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയാണല്ലോ. പക്ഷെ ഞാൻ ആ ഡ്രസ്സ് ഇട്ട് നോക്കിയിട്ട് എനിക്ക് കയറുന്നില്ലായിരുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഡ്രസ്സ് കയറുന്നും ഇല്ല, അഴിച്ചു വിടാനും ഇല്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അതൊരു പഴയ മോഡലായിരുന്നു കേട്ടോ, ഒരു വെൽവെറ്റ് ടൈപ്പ് ഒരു ലെഹങ്ക ആയിരുന്നു.
എനിക്കാണെങ്കിൽ വീട്ടിൽ ഇത്രയും ബുദ്ധിമുട്ടുകളാണെങ്കിലും കല്യാണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ നല്ല ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. നല്ല രീതിയിൽ വേണം, ഒത്തിരി ആഡംബരം ആയില്ലെങ്കിൽ നമ്മുടേതായ ആഗ്രഹങ്ങൾ നമുക്ക് ഉണ്ടാവില്ല. കാരണം നമ്മുടെ ലൈഫിൽ ഒരു കല്യാണമേ ഉള്ളൂ, അപ്പോൾ അതങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊക്കെ. അപ്പം ഞാൻ എൻ്റെ വീട്ടിലെ ബുദ്ധിമുട്ട് കൊണ്ട് ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് നിൽക്കുമായിരുന്നു. ഞാൻ ഓക്കെ ആയി, ഞാൻ ആ ഡ്രസ്സ് ഇട്ടോളാന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് നോക്കി, എനിക്ക് കയറുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥ. അപ്പോഴൊക്കെ കല്യാണം അടുത്ത് കേട്ടാ, ഏകദേശം ഡിസംബർ 14-നായിരുന്നു നമ്മുടെ കല്യാണം. നവംബർ ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഉമ്മ പറഞ്ഞത് ഇങ്ങനെ ഒരു ലോൺ ഉണ്ട്, അത് വെച്ചാൽ പൈസ കിട്ടും, നമുക്കതെടുത്ത് കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാം, ഓഡിറ്റോറിയത്തിന് അഡ്വാൻസ് കൊടുക്കണം. നമ്മുടെ വീട്ടിൽ നടത്താനുള്ള ഒരു സൗകര്യം ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഓഡിറ്റോറിയം എടുക്കാൻ തീരുമാനിച്ചപ്പോൾ അങ്ങനെയൊക്കെ അയ്യോ മൊത്തം തിരിമറിയായിരുന്നു. അങ്ങനെ ലോൺ എടുത്ത് ആ പൈസ കൊണ്ട് നമ്മൾ ഡ്രസ്സ് എടുത്ത്, നിങ്ങളൊന്ന് ആലോചിക്കണം, കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എല്ലായിടത്തും ഫാമിലിയോടെ മൊത്തത്തിൽ പോയിട്ട് നല്ല ഹാപ്പി ആയിട്ടൊക്കെ കല്യാണ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരുന്നതാണ്. അന്ന് എനിക്ക് തോന്നുന്നു ഞാനും എൻ്റെ ഉമ്മയും മാത്രം അല്ല, വാപ്പിയുടെ പെങ്ങളും മരുമകളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഓട്ടോ പിടിച്ച് കടയിൽ പോയിട്ടാണ് കല്യാണ ഡ്രസ്സ് എടുത്തത്. ആ ടൈമിൽ എനിക്കെടുത്ത്, പിന്നെ നമുക്ക് ആർക്കും എടുത്തു കൊടുക്കാനുള്ള പൈസ ഒന്നും നമ്മുടെ അടുത്തില്ല. സാധാരണ അങ്ങനെയാണല്ലോ, ഫാമിലി കല്യാണം വരുമ്പോഴത്തേക്കും നമ്മൾ മൂത്തവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ എടുത്തു കൊടുക്കുമല്ലോ. നമ്മുടെ തൈന് പോലും പൈസ ഇല്ല, നമ്മൾ ഉള്ള പൈസ ഒപ്പിച്ചൊപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കുവാണ്. അങ്ങനെ നമ്മൾ ഡ്രസ്സ് എടുത്തിട്ട് ഉമ്മാക്ക് കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോയി. അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞു, എനിക്ക് ഒരു കല്യാണത്തിന് അന്ന് മാത്രം ഇടാനുള്ളൊരു ചുരിദാർ മതി, അതും കുറഞ്ഞത് മതി, തലേ ദിവസം ഒന്നും ഇടാൻ എനിക്ക് ഉടുപ്പ് വേണ്ട, അതൊക്കെ ഞാൻ പഴയത് ഇട്ടോളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എടുത്തോ, 2 ജോഡി എടുക്കണം. കാരണം എനിക്കും ഭയങ്കര വിഷമമായി അങ്ങനെയൊക്കെ കേട്ടപ്പോഴത്തേക്കും, തലേ ദിവസം പഴയത് ഇട്ടോളാന്നൊക്കെ പറഞ്ഞപ്പം. അങ്ങനെ ഞങ്ങൾ കടയിൽ ചെന്നിട്ട് എൻ്റെ ഉമ്മ നോക്കുന്നത് മൊത്തം 1000 രൂപയിൽ കുറഞ്ഞ ചുരിദാർ, അതായത് ഒരു 500, 600 ആ റേറ്റൊക്കെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, സ്വന്തം മകളുടെ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ്. നമുക്ക് മിനിമം ഒരു നല്ല ചുരിദാർ എടുക്കണമെങ്കിൽ ഒരു 1000 അല്ലെങ്കിൽ ഒരു 1200, 1500 ഉള്ളിൽ എന്തായാലും വേണം. അപ്പം എടുക്കുന്നത് മൊത്തം വലിയ ഭംഗിയൊന്നും ഇല്ലാത്തൊരു സാധനം. എന്തൊക്കെ പറഞ്ഞാലും പെണ്ണിൻ്റെ ഉമ്മ അല്ലേ, നല്ലൊരു ഡ്രസ്സ് ഇടണ്ടേ. അങ്ങനെ നോക്കി ഉമ്മ വിചാരിച്ച പോലെ തന്നെ റേറ്റ് കുറവില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡ്രസ്സ് കിട്ടി. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വാപ്പിക്കും അവനും ഒന്നും അപ്പോൾ ഡ്രസ്സ് എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ കയ്യിൽ പൈസ കഴിഞ്ഞ് എടുത്ത് വന്നിട്ട് പിന്നെ ഉള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഫുഡിന് പൈസ, പിന്നെ ഓഡിറ്റോറിയത്തിൽ ഓൾറെഡി നമ്മളപ്പോൾ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ ഫുള്ള് തിരിമറിയാണ്, ഇവിടുന്നൊക്കെ കടം വാങ്ങിച്ചിട്ട്. കാരണം നമുക്ക് കല്യാണത്തിന് പിരിവ് കിട്ടുമല്ലോ, അപ്പം തിരിച്ചു കൊടുക്കാന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ ഇവിടുന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ തിരിമറി ചെയ്തിട്ടാണ് നമ്മൾ പൈസ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫുള്ളായിട്ട് ഇതിൽ പറയാൻ പറ്റത്തില്ല, കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുരുക്കി പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓഡിറ്റോറിയത്തിന് നമ്മൾ അഡ്വാൻസ് കൊടുത്ത് ഡ്രസ്സ് എടുത്ത്, പിന്നീടുള്ള കാര്യങ്ങൾ ഫുഡിന് പൈസ കൊടുക്കണം, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടല്ലോ. ഇതിൽ മെയിനായിട്ട് നിൽക്കുന്ന ഗോൾഡാണ് കേട്ടോ. അതിൻ്റെ കാര്യം അപ്പോഴും ഒരു തീരുമാനമായിട്ടില്ലായിരുന്നു. കാരണം നമുക്ക് അവിടെ നിന്ന് ഓഹരി പൈസ കിട്ടിയിട്ട് വേണം ഗോൾഡിന് അഡ്വാൻസ് കൊടുക്കാൻ. അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ മുൻകൂട്ടി പറഞ്ഞായിരുന്നു, കല്യാണമാണ്, ടൈം ആകുമ്പോഴത്തേക്കും നമുക്ക് പൈസ തരണം, ഇങ്ങനെ ഗോൾഡ് എടുക്കാൻ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ, വേറെ ഒരു വഴിയില്ലെന്ന് പുള്ളിക്കാരെടുത്ത് നേരത്തെ പറഞ്ഞതുകൊണ്ട്, അതായത് വാപ്പിയുടെ പെങ്ങളോട് പറഞ്ഞതുകൊണ്ട് അതിനനുസരിച്ച് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ആ ഒരു ഉറപ്പിൽ ഗോൾഡിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനായില്ല. കാരണം അവിടെ നിന്ന് കിട്ടുമല്ലോ എന്നുള്ളൊരു മൈൻഡായി. ബാക്കിയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നുള്ളൊരിതായി. അങ്ങനെ പിന്നെ മൈലാഞ്ചി ഇടണം, മേക്കപ്പ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പം സീരിയസ്ലി പറയുവാണെങ്കിൽ ആ ടൈമിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ആഗ്രഹിച്ചെടുത്ത് മേക്കപ്പ് ചെയ്യണം, ആഗ്രഹിച്ച ആളെ കൊണ്ട് മൈലാഞ്ചി ഇടിയിപ്പിക്കണം. അതിനുള്ള വരുമാനമൊന്നും നമ്മുടെ അടുത്ത് ഇല്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അതൊന്നും നടക്കത്തില്ല, വെറുതെ എന്തിനാണ് പൈസ ഇല്ലാത്ത സമയത്ത് ചെയ്യണ്ടെന്നുള്ളൊരിതായി. അപ്പോൾ എൻ്റെ ഉമ്മക്കറിയാം ഞാൻ അത്രയും ആഗ്രഹിച്ചതാണ് കല്യാണത്തിന് ഇങ്ങനെയൊക്കെ ഒരുങ്ങണം, അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഉമ്മ എൻ്റെ അടുത്ത് കുടുംബശ്രീയിൽ നിന്ന് ചെറിയൊരു ലോൺ എടുത്ത് തന്നെനിക്ക്. അതായത് ലോൺ എടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ്, ഇത് നീ മേക്കപ്പ് ചെയ്യാനും മൈലാഞ്ചി ഇടുന്ന ആൾക്കും കൊടുത്തോ, പിന്നെ ബാക്കി പൈസ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കും എടുക്കാന്നുള്ള ഇതായി. അങ്ങനെ ആ കാര്യം സെറ്റായി. എന്തോ പടച്ചോൻ്റെ ഇതുകൊണ്ട് ആ സമയത്തൊക്കെ നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ ലോണ് ശരിയായി, അവിടുന്ന് ഇവിടുന്നൊക്കെ പൈസ പറഞ്ഞു വന്ന്. ഇതൊക്കെ നമ്മൾ തിരിച്ച് കൊടുക്കേണ്ട പൈസയാണ് കേട്ടോ. ഈ ലോൺ എടുത്തതാണെങ്കിലും അവിടുന്ന് കടം വാങ്ങിച്ചാണെങ്കിലും ഇവിടുന്ന് കടം വാങ്ങിച്ചാണെങ്കിലും ഇതൊക്കെ നമ്മൾ തിരിച്ച് കൊടുക്കേണ്ട പൈസയാണ്. അങ്ങനെ അതൊക്കെ സെറ്റായി. ഞാൻ ആഗ്രഹിച്ചെടുത്ത് തന്നെ ഞാൻ മേക്കപ്പ് ചെയ്ത്, ആഗ്രഹിച്ച ആളെ കൊണ്ട് തന്നെ മൈലാഞ്ചി ഇടിയിപ്പിച്ച്. പക്ഷെ അവരൊക്കെ നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ടീവായിട്ട് നിന്ന് കേട്ടോ. ഞാൻ കല്യാണത്തിൻ്റെ തലേ ദിവസം മേക്കപ്പ് ചെയ്തവരോട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ, പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് മേക്കപ്പ് ചെയ്യണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, എൻ്റെ അടുത്ത് ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ, അതിനുള്ളത് എനിക്ക് ചെയ്തു തരണമെന്ന്. പക്ഷെ സത്യം പറയുകയാണെങ്കിൽ
ഞാൻ അവരോട് എൻ്റെ അവസ്ഥകളെ പറ്റിയൊന്നും പറഞ്ഞില്ല. എനിക്ക് ഇത്ര ബഡ്ജറ്റേ ഉള്ളൂ, നിങ്ങൾ ഈ ഒരു ഇതിൽ ചെയ്ത് തരാൻ പറ്റുമോ, നിങ്ങൾ ചെയ്ത് തരുവാന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അവർ ഓക്കെയാണ് ചെയ്തു തരാമെന്നോ. നമ്മൾ കൊടുത്ത പൈസനെ കാട്ടി ഇരട്ടി അടിപൊളിയായിട്ട് അവരെനിക്ക് ചെയ്തു തന്നു. കല്യാണ തലേ ദിവസം പിറ്റേ ദിവസം അവരെ തന്നെ വിളിക്കാമെന്ന് ഓർത്തത്. പക്ഷേ പിറ്റേ ദിവസം അവർക്ക് വേറെ വർക്കുള്ളത് കൊണ്ട് അവരെ വിളിക്കാൻ പറ്റില്ല, വേറൊരാളുടെ അടുത്താണ് ഞാൻ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ മെഹന്തി ഇടുന്ന ആളോട് ഞാൻ പറഞ്ഞു ഇത്രയും ബഡ്ജറ്റേ ഉള്ളൂ. അന്നൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ അതിലൊക്കെ ചെറിയ വീഡിയോ ഇട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇത്ര ബഡ്ജറ്റിൽ ഇട്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരിയും നല്ല രീതിയിൽ എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നിന്ന്. അന്നൊക്കെ പുള്ളിക്കാരിക്ക് ഒരു കുഞ്ഞു ബേബി ഉണ്ട് കേട്ടോ. ബേബീനെ വീട്ടിലിട്ടിട്ട് ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ വന്നാണ് അവരെനിക്ക് മൈലാഞ്ചിട്ട് തന്നത്. എന്നിട്ടും ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയ എമൗണ്ടിന് അവരെനിക്ക് നല്ല രീതിയിൽ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു.